എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. ടുഡേ വി ക്യാൻ ഹിയർ എ ഗോഡ്സ് വോയിസ്. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ദ ക്വാളിറ്റീസ് ദോസ് ഹു ഫോളോ ജീസസ്, those who have the qualities of those who are following Jesus. യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരുടെ ക്വാളിറ്റീസിനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ 4ാമത്തെ ക്വാളിറ്റി, നമ്മൾ 3 ക്വാളിറ്റി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ 4ാമത്തെ ക്വാളിറ്റി ഒന്ന് ചിന്തിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 8 അതിൻ്റെ 31, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി തീരും. എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി തീരും. ഇഫ് യു are going to stand firm, or if you are going to completely be firm in my word, എൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ, വിശ്വസിക്കുന്നുവെങ്കിൽ, അനുസരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി തീരും. വചനം അനുസരിക്കുക, വചനം വിശ്വസിക്കുക, വചനം പഠിക്കുക, ആ വചനത്തിൽ ഉറച്ചു നിൽക്കുക. ഇത് ഏറ്റവും വലിയ ഒരു അടയാളമാണ്, യേശുവിനെ അനുഗമിക്കുന്ന ദൈവമക്കളുടെ അടയാളം. യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ, ആമേൻ, സ്തോത്രം, അതിനകത്ത് ദൈവിക ക്വാളിറ്റീസ് കിടപ്പുണ്ട്. ആമേൻ. ആ ക്വാളിറ്റിയിലെ 4ാമത്തേതാണ്, ആമേൻ, സ്തോത്രം, ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുക. ഒരു വചനം ദൈവം ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ വചനത്തിൽ ഉറച്ചു നിൽക്കുക. ആ വചനം നമ്മളെ വിടുവിക്കുമെന്ന് വിശ്വസിക്കുക. ആ വചനം നമ്മളെ ആശ്വസിപ്പിക്കുമെന്ന് വിശ്വസിക്കുക. ആ വചനത്താൽ ദൈവം സംസാരിക്കുമ്പോൾ അത് നടക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. വചനത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കത്തുള്ളൂ. യഥാർത്ഥത്തിൽ ദൈവത്തെ അനുഗമിക്കുന്ന ദൈവത്തിൻ്റെ ശിഷ്യന്മാരായിരിക്കുവാൻ ക്വാളിറ്റി വേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിൽ, ക്രിസ്തുവാകുന്ന വചനത്തിൽ വിശ്വസിക്കുക പൂർണ്ണമായും. അവിടെ വിടുതൽ നടക്കുന്നത്. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ വിടുതൽ നടക്കാത്തതിൻ്റെ കാരണം, വചനം വായിക്കുകയും പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ they will not have faith in the word of God. വിശ്വാസം പോരാ, അനുസരിക്കത്തില്ല. അതുപോലെ കേട്ടേച്ചും ഈ മറ്റേ ചെവിയിൽ കൂടെ ഇറക്കി അങ്ങ് വിടും. വചനം വിശ്വസിക്കുക. ആ വചനം നമ്മളെ വിടുവിച്ച് ബലപ്പെടുത്തി ഈ ലോകത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണമായി ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുമെന്ന്, ആ വചനത്തിലൂടെ പ്രവർത്തിക്കുമെന്ന്. യു ഹാവ് ടു ബിലീവ് that God's word will set us free. Then only you can be a true disciple of Jesus. Hallelujah. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനം നിങ്ങളെ വിടുവിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് ആശ്വാസം പകരട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ, വ്യക്തികളെ എല്ലാം, ആമേൻ, തിരുവചനം അനുസരിക്കുകയും തിരുവചനം പഠിക്കുകയും തിരുവചനം ധ്യാനിക്കുകയും അതനുസരിച്ചുള്ള ജീവിതം ഉറപ്പിക്കുകയും ചെയ്യുന്നവരെ ആയി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ക്വാളിറ്റീസ് ചില, ആമീൻ, ദൈവ മക്കളിലുണ്ടാകട്ടെ. ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ, ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരായി തീരുവാൻ ഇവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. Have a nice day.